ഒരുപാട് കാരണങ്ങളാൽ, പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ പല കാരണങ്ങളാൽ കുടുംബങ്ങളൊക്കെ തമ്മിൽ അകന്നു കഴിയുന്ന, അതുപോലെ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, വളരെ വേണ്ടപ്പെട്ടവരൊക്കെ തമ്മിൽ അകന്നു നിൽക്കുന്ന വേദനാജനകമായ കാഴ്ച നാടിന്റെ പരിസരങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ വചനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരന്മാരാണ്, സത്യവിശ്വാസികൾ. ഇഖ്വത്ത് എന്ന അറബി പദം അഖ് എന്ന പദത്തിന്റെ ബഹുവചനമാണ്. അഖ് എന്ന അറബി പദത്തിന് 2 ബഹുവചനമുണ്ട് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന് ഇഖ്വത്തുൻ, മറ്റൊന്ന് ഇഖ്വാൻ. അതിൽ ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ സഹോദര, സ്നേഹിതന്മാർ എന്ന അർത്ഥത്തിലാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരുമ്മ പെറ്റ മക്കൾ, സഹോദരങ്ങൾ, അവർക്കാണ് ഇഖ്വത്ത് എന്ന പദപ്രയോഗം നടത്താറുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ ഉപയോഗിച്ചിട്ടുള്ള പദം ഇഖ്വത്തുൻ എന്ന പദമാണ്. അപ്പൊ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും സത്യവിശ്വാസികളൊക്കെ ഒരുമ്മ പെറ്റ മക്കളെ പോലെ കഴിയേണ്ടവരാണ് എന്നാണ് ആ മനോഹരമായ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾ, വിശ്വാസികളിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരർത്ഥത്തിൽ പ്രയാസപ്പെട്ടാൽ, മാനസികമായി അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ വിഷമിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മുഴുവൻ സത്യവിശ്വാസികളും ആ വിശ്വാസിയുടെ വേദനയിൽ പങ്കാളികളാകേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൽ മുഅ്മിനൂന കറജുലിൻ വാഹിദ്, സത്യവിശ്വാസികൾ ഒരാളെ പോലെയാണ്. കറജുലിൻ വാഹിദ്, ഒരു മനുഷ്യനെ പോലെയാണ്. എങ്ങനെയാണ്? ഇദസ്തകാറ ഉസുഹു തദഅലഹു സായിറുൽ ജസദ് ബിൽ ഹുമ്മാ വസഹർ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഇദസ്തകാറ ഉസുഹു, ഒരു മനുഷ്യന്റെ ശിരസ്, അവന്റെ തല, ഏതെങ്കിലും ഒരർത്ഥത്തിൽ ആ തലക്ക് വേദനയുണ്ടായാൽ, തദഅലഹു സായിറുൽ ജസദ്, ശരീരത്തിന്റെ മറ്റുള്ള എല്ലാ അവയവങ്ങളും ആ വേദനയിൽ പങ്കാളികളാകുന്നതുപോലെ വിശ്വാസികളിൽ ഒരാൾ ഏതെങ്കിലും ഒരർത്ഥത്തിൽ വിഷമിച്ചാൽ അതിന്റെ പേരിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. ആ വേദനയിൽ പങ്കാളികളാകാൻ സാധ്യമാകുന്നവരെല്ലാം ആ വേദനയിൽ പങ്കാളികളാകണമെന്നാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വലാത്ത് ആരും ഉറക്കെ ചൊല്ലിയില്ല, ഒന്നുകൂടി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ, പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും അതിന്റെ പേരിൽ 3 ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല, അനുവദനീയമല്ല. ഇത് ഹബീബിന്റെ അധ്യാപനമാണ്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം, മാസങ്ങളോളം ഒക്കെ പിണങ്ങിക്കഴിയുന്ന ആളുകൾ നമുക്കിടയിൽ ധാരാളമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറയാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ്. 3 രാത്രികളേക്കാൾ, 3 ദിവസത്തെക്കാൾ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നത് അനുവദനീയമല്ല, പാടില്ല.
എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ആ പിണക്കത്തിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനമാണ്, 3 ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കുന്നത് അനുവദനീയമേ അല്ല. മനുഷ്യ സഹജമാണ് പിണക്കമെന്ന് പറയുന്നത്. എനിക്കിഷ്ടമില്ലാത്തത് എന്നെ പറ്റി ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എനിക്കയാളോട് സ്വാഭാവികമായി വിഷമം തോന്നും, എനിക്കയാളോട് മാനസികമായൊരു വെറുപ്പുണ്ടാകും. സ്വാഭാവികമാണത്. ആ വെറുപ്പ് കാരണം 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വരെ സ്വാഭാവികമായും പിണക്കമുണ്ടാകും. 3 ദിവസം വരെ ആ പിണക്കം കുഴപ്പമില്ല. എന്നാൽ 3 ദിവസത്തെക്കാൾ കൂടുതൽ ആ പിണക്കം നീണ്ടുപോകാൻ അനുവദിക്കരുത്. ആരായാലും ശരി, ആ പിണക്കം 3 ദിവസത്തെക്കാൾ കൂടുതൽ നീണ്ടുപോകാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 3 ദിവസം കഴിഞ്ഞാൽ അവരിൽ ഒരാൾ ആദ്യം ചെന്നിട്ട് അങ്ങോട്ട് സലാം പറയണം, അസ്സലാമു അലൈക്കും പറയണം. എന്നിട്ട് ആ പിണക്കം അവസാനിപ്പിക്കേണ്ടതാണ്. അങ്ങോട്ട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും പറയണം. ആരാണ് ആദ്യം അസ്സലാമു അലൈക്കും പറയുന്നത്? ഖൈറുക്കും മൻ യബ്ദഉ ബിസ്സലാം. നിങ്ങളിൽ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് ആരാണോ അവരാണ് നിങ്ങളിൽ അല്ലാഹുവിന്റെ അരികിൽ ഉത്തമ സ്ഥാനീയനെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല. ഹബീബ നബി തങ്ങൾ പറയാണ്, ഫമൻ ഹജറ ഫൗക സലാസ്. അങ്ങനെ 3 ദിവസത്തെക്കാൾ കൂടുതൽ 2 പേര് പിണങ്ങി നിന്നാൽ, കണ്ടാൽ മിണ്ടാതെ, കണ്ടാൽ അസ്സലാമു അലൈക്കും പോലും പറയാതെ, കണ്ടാൽ പരസ്പരം മുഖം നോക്കാതെ 2 പേരങ്ങനെ നിന്നാൽ, ഫമാത് ദഖലന്നാർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ പിണക്കത്തിലായി അവരിൽ ഒരാളും മരണപ്പെടുകയും ചെയ്താൽ, ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, ദഖലന്നാർ. അവന് നരകത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, പിണങ്ങിക്കൊണ്ട് മരണപ്പെടുന്നവർക്കുള്ള പ്രതിഫലം ഇതാണ്. വിഷയം അതാണ്. അതിനുള്ള പ്രതിഫലമാണ് ഞാൻ ഈ പറഞ്ഞത്. ദഖലന്നാർ, കത്തിക്കാളുന്ന ഭയാനകമായ നരകാഗ്നിയിലേക്കുള്ള പ്രവേശനമാണ്. പ്രിയപ്പെട്ടവരെ, പിണക്കത്തിലായി മരണപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്നത്, പടച്ചവൻ നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്താണ് നരകാഗ്നി എന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യ സദസ്സിനോട് വിശാലമായി പറഞ്ഞു തരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഭയാനകമാണ്. ലഹിക മീകാഈലു മുൻദു ഖുലിഖത്തിന്നാർ എന്നാണ് ജിബ്രീൽ എന്ന മലക്കുകളുടെ നേതാവ്, ലോകത്തിന്റെ നായകൻ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹബീബ നബി തങ്ങൾ ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിച്ചു അത്രേ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, അല്ല ജിബ്രീലേ, എന്തേ മാലീല അറ മീകാഈല ളാഹികാ, ഈ മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ജിബ്രീലേ, എന്തേ മീകാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കാത്തത്? പുണ്യനബി തങ്ങളുടെ ചോദ്യമാണ്. അതിനാണ് ജിബ്രീൽ എന്ന മാലാക മലക്കുകളുടെ നേതാവ് മഹാനായ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉത്തരം പറഞ്ഞത്, പരിശുദ്ധ നബിയേ, യാ റസൂലല്ലാഹ്, മാ ളഹിക മീകാഈലു മുൻദു ഖുലിഖത്തിന്നാർ. നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇതുവരെ മീകാഈൽ ചിരിച്ചിട്ടില്ല നബിയേ. ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇതുവരെ ആ നരകത്തിന്റെ ഭയാനകത കൊണ്ട്
മഹാനായ മലക്കുകളിൽ വളരെ പ്രധാനിയായ മീകായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചിട്ടില്ല. വളരെ ഭയാനകമാണ് നരകം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. ഉറക്കെ പറയ്, അല്ലാഹു കാത്തുരക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, 1000 വർഷമാണ് നരകത്തെ കത്തിക്കപ്പെട്ടതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1000 കൊല്ലം നരകത്തെ കത്തിക്കപ്പെട്ടപ്പോ നരകത്തിന്റെ നിറമങ്ങ് വെളുത്തു പോവുകയാണ്. 1000 വർഷം നരകത്തെ കത്തിക്കപ്പെട്ടപ്പോ നരകത്തിന്റെ നിറം വെളുത്തു പോവുകയാണ്. പിന്നെയും 1000 കൊല്ലം നരകത്തെ കത്തിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നരകത്തിന്റെ നിറം ചുവന്നു പോവുകയാണ്. പിന്നെയും 1000 വർഷം നരകാഗ്നിയെ കത്തിക്കപ്പെട്ടപ്പോ ഫസുവദ്ദത്ത് നരകാഗ്നി കറുത്തു പോവുകയാണ്. നരകത്തിന്റെ നിറം കറുത്തു പോവുകയാണ്. ഫഹിയ സൗദാ കല്ലൈലിൽ മുതലും ഇന്ന് നരകമുള്ളത് കൂരാക്കൂരിട്ടുള്ള രാത്രി പോലെയാണെന്ന് താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നബിവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നരകാഗ്നിയുടെ ഭയാനകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടനവധി നബിവചനങ്ങൾ. തൽക്കാലം ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിൽ വളരെ പ്രധാനപ്പെട്ട 2 ഹദീസാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ദഖലന്നാർ 3 ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കുന്ന 2 ആളുകൾ, അവരിൽ ഒരാൾ അങ്ങനെ ആ പിണക്കത്തിലായി മരണപ്പെടുകയും ചെയ്താൽ ഈ നരകാഗ്നിയിലേക്കാണ് അള്ളാഹു അവനെ വിളിച്ചെറിയുന്നതെന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ നരകാഗ്നിയിലേക്കാണ് അള്ളാഹു വലിച്ചെറിയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പിണക്കം നമ്മളേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളേറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് പരസ്പരമുള്ള പിണക്കമെന്ന് പറയുന്നത്. ഇണക്കാനും ഇണങ്ങാനുമാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്, ശ്രമം നടത്തേണ്ടതും അതിനാണ്. ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തേണ്ടത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, പരസ്പരം വളരെ സ്നേഹത്തോടെ കഴിയുന്ന 2 ആളുകൾക്കിടയിൽ എങ്ങനെയെങ്കിലും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, അല്ലെങ്കിൽ 2 കുടുംബങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെ അവരെ പരസ്പരം തെറ്റിക്കാൻ സാധിക്കുമോ അതിനാണ് ആളുകൾ ധാരാളം ഇന്നുള്ളത്. അതിനുള്ള ശ്രമങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നേരെയുള്ള ഒരുമിച്ച് നിൽക്കുന്ന ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് എവിടെയായാലും പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ പാർട്ടികളിലായാലും, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലായാലും, അയൽപ്പക്കങ്ങളിലായാലും, എവിടെയായാലും പരസ്പരമുള്ള ബന്ധങ്ങളെ ഇണക്കാൻ ആളുകൾ ഇന്നില്ല എന്നതാണ്. പിണക്കാൻ മാത്രമാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണിത്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇമാം തബ്റാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഹദീസാണ്. സലാസത്തുൻ 3 ആളുകൾ, 3 വിഭാഗം ആളുകൾ, ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റാ, അവരുടെ നമസ്കാരം അവരുടെ തലക്ക് മുകളിൽ ഒരു ചാണ മേൽപോട്ട് പോകുന്നതല്ല, അവരുടെ നിസ്കാരം സ്വീകാര്യയോഗ്യമല്ല എന്നർത്ഥം. 3 വിഭാഗം ആളുകളുടെ. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നമസ്കാരങ്ങൾ ഇല്ലീന് വരെ എത്തണമെന്നാണ്. ദേശം കൂടി കൂട്ടി കൊടുക്കാൻ പറ്റും. മോണിറ്റർ മാത്രം. പിന്നെ എനിക്ക് ശബ്ദം കുറക്കാൻ വേണ്ടിയിട്ടാണ്. കിതാബും മർഖൂം യശ്ഹദുൽ മുഖറബൂൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകൾ, നമ്മുടെ നമസ്കാരം അത് ഇല്ലീനു വരെ എത്തണമെന്നാണ്. 7 ആകാശങ്ങളും കടന്ന് അങ്ങ് ഇല്ലീനു വരെ എത്തണം.
എന്നാൽ 3 വിഭാഗം ആളുകളുടെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് ഉയരുകയില്ലെന്ന് പറയുന്നത് മദീനയുടെ രാജകുമാരനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്റ്റേജിൽ നിന്ന് മാത്രം സലാത്ത് കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ്, സദസ്സിൽ നിന്ന് കേൾക്കുന്നില്ലല്ലോ പഠിച്ചോനെ. ഞങ്ങൾ ചെല്ലുന്നുണ്ട് ഉസ്താദിന്റെ ശബ്ദത്തിനിടയിൽ കേൾക്കാഞ്ഞിട്ടാണ് എന്നായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക അല്ലെ. എന്നാലും ഒന്നുകൂടി ഉറക്കെ ചൊല്ലിയാ ഞാൻ കേൾക്കും. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി ഇപ്പൊ കേൾക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയണത് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഉറക്കെ ചൊല്ലണം. അല്ലാഹു നല്ല കളിക്കുന്നുണ്ടല്ലോ കുട്ടികളല്ലേ, മാഷാ അല്ലാഹ്. കുട്ടികൾക്ക് നല്ല എന്താ പറയാ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് അവർക്ക് കളിക്കാനായിട്ട് പിറകിലൊരു സ്ഥലം ഒഴിച്ചു കൊടുത്തത് വളരെ സന്തോഷമായി. അത് നല്ല കാര്യം. വേറെ ചില സ്ഥലങ്ങളിലൊക്കെ കളിക്കാൻ കുട്ടികളിങ്ങനെ മുമ്പിലിരുന്ന് വർത്താനം പറയുമ്പോൾ നമ്മുടെ എല്ലാ ഏകാഗ്രതയും ഒക്കെ നഷ്ടപ്പെടും. ഇവിടെ അൽഹംദുലില്ലാഹ് കുട്ടികൾക്ക് വേറെ തന്നെ സ്ഥലം കൊടുത്തിട്ട് അവർ കളിക്കട്ടെ. കുറച്ച് ശബ്ദം കുറക്കാൻ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കുട്ടികളോട്. നല്ല കുട്ടികളാണ്, അവർ അനുസരിക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു ചാൺ മേൽപോട്ട് നമസ്കാരം ഉയർന്നു പോവുകയില്ല 3 വിഭാഗം ആളുകളുടെ. റജുലുൻ അമ്മ ഖൗമാ വഹും ലഹു കാരിഹൂൻ. ഒന്നാമത്തെ വിഭാഗം ഹബീബാ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. റജുലുൻ അമ്മ ഖൗമൻ, ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകുന്നയാൾ. വഹും ലഹു കാരിഹൂൻ, ആ വിഭാഗത്തിൽ ഭൂരിഭാഗം ആളുകളും ആ നേതൃത്വത്തെ വെറുക്കുന്നവരാണ് എങ്കിൽ ആ നേതാവിന്റെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് പോകില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പഞ്ചായത്ത് ഭരിക്കുന്നവരായാലും പള്ളി ഭരിക്കുന്നവരായാലും എന്നെപ്പോലെ ഏതെങ്കിലും ഒരു പള്ളിയുടെ മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമായാലും ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകുന്നയാൾ ആ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ആ നേതാവിനോട് വിയോജിപ്പാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അയാളുടെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് പോകുന്നതല്ല. ഒരു ചാണ് മേൽപോട്ട് പോകില്ല ആ നേതാവിന്റെ നമസ്കാരം. ഇന്നിപ്പോ നേതാവാകാൻ വേണ്ടിയുള്ള എന്താ പറയാ മാത്സര്യമാണ് അല്ലെ. നേതാവാകാൻ, സെക്രട്ടറി ആകാനും പ്രസിഡന്റ് ആകാനും ചെയർമാൻ ആകാനും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാലമാണിത്. അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. എവിടെ നോക്കിയാലും സ്ഥാനമോഹികളാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അധികാരം എന്ന് പറയുന്നത് പാൽപായസമാണ് എന്ന ധാരണയിലാണ് അവരങ്ങനെ അധികാര കൊതിയന്മാരാകുന്നത്. സത്യത്തിൽ അധികാരം എന്ന് പറയുന്നത് പാൽപായസമല്ല, അത് മുൾക്കിരീടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുൾക്കിരീടമാണ് അധികാരം, പാൽപായസമല്ല. പാൽപായസമാണെന്ന് കരുതിയാണ് ആളുകൾ അധികാരത്തിന്റെ പിന്നാലെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാ ദിബാനി ജാഇആനി ഉർസിലാ ഫീ ഗനമിൻ ബിഅഫ്സദാ ലഹാ മിൻ ഹിർസുൽ മർഇ അലാ ശറഫി വൽ മാൽ. ഹബീബിന്റെ മനോഹരമായ വചനമാണിത്. സ്ഥാനമാനങ്ങളോടും അതുപോലെ സമ്പത്തിനോടും വല്ലാതെ താല്പര്യമുള്ള ഒരാളൊരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എത്രയാണെന്നറിയോ? വിഷന്നൊട്ടിയ ചെന്നായിക്കളെ ഒരാട്ടിൻപറ്റത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ ആ ചെന്നായിക്കൾ ആട്ടിൻപറ്റത്തിൽ എത്രമാത്രം നാശമുണ്ടാക്കുമോ അതിനേക്കാൾ വലിയ നാശമാണ് സ്ഥാനമാനങ്ങളോട് താല്പര്യമുള്ള ഒരാളെ സമൂഹത്തിൽ പറഞ്ഞു വിട്ടാൽ അയാൾ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ലാ തസ്അലിൽ ഇമാറ, നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങരുത്, നിങ്ങൾ അധികാര കൊതിയന്മാരുമാകരുത്, അധികാരം ചോദിച്ചു വാങ്ങരുത്. പ്രിയപ്പെട്ടവരെ, ആരും ഇന്ന് മുക്തരല്ല. രാഷ്ട്രീയ പാർട്ടികളിലായാലും സംഘടനകളിലായാലും ജമാഅത്ത് കമ്മിറ്റികളിലായാലും എവിടെയായാലും എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കുമോ എന്നാണ് ഇന്ന് ആളുകൾ നോക്കുന്നത്. ഞാൻ സസ്നേഹം സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്,
അധികാരം പാൽപായസമല്ല, മുൾക്കിരീടമാണ്. അധികാരം നിങ്ങൾ ചോദിച്ചു വാങ്ങരുത്. ഫഇൻ ഊതീതഹാ അൻ മസ്അല, ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് അധികാരം ലഭിക്കുന്നതെങ്കിൽ ഉക്കിൽത ഇലൈഹാ, ആ അധികാരം നിങ്ങളിലേക്ക് അങ്ങനെ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. മുഹമ്മദ് മുസ്തഫ ആ അധികാരം നിങ്ങളിലേക്ക് ഇങ്ങനെ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം അതിലുണ്ടാകില്ല. ഒരു ദിവസം പോലും ഒരു മര്യാദക്ക് ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂല. ആ ചോദിച്ചിട്ടും ആഗ്രഹിച്ചിട്ടുമാണ്, ആളുകളെ വോട്ട് ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടൊക്കെയാണ് ഒരാള് നേതാവായതെങ്കിൽ ഹബീബിന്റെ വചനമാണ്. ചോദിക്കാതെയാണ് അധികാരം നിന്നെ തേടിയെത്തിയത്. എല്ലാവരും കൂടി ഐക്യകണ്ഠേന നിന്റെ പേരാണ് പറഞ്ഞത്, നിന്നെയാണ് പ്രസിഡന്റ് ആക്കാൻ ആഗ്രഹിച്ചത് എങ്കിൽ സഹോദരാ, അതിൽ നിനക്ക് ദൈവീകമായ സഹായമുണ്ടാകുന്നതാണ്. അതിൽ അള്ളാന്റെ സഹായം ഉണ്ടാകും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാര കൊതിയന്മാരായി മാറാൻ പാടില്ല. അധികാരം ലഭിച്ചാൽ തന്നെ ജനനായകനാകാൻ കഴിയണം. ജനനായകൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ സ്ഥാനം നേടാൻ സാധ്യമാകണം. ജനഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയണം. ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് അധികാരികളായ ആളുകൾ ചെയ്യേണ്ടത്. ജനങ്ങളിൽ ഒരാളായി. പ്രിയപ്പെട്ടവരെ, അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് തന്റെ കീഴിലുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു ജനറൽ മാനേജരായി മാറാൻ പാടില്ല എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായ മാതൃകയാണ് അതിനൊക്കെ. ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാം. ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 2-3 സ്വഹാബികളോടൊന്നിച്ചൊരു വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിന്ന് നല്ല ഒരു മട്ടൻ കറി ഉണ്ടാക്കാം, ഒരു നല്ല മട്ടൻ കുർമ. അങ്ങനെ സ്വഹാബികളൊക്കെ റെഡിയായി. സഹയാത്രികരോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്കിന്ന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാം. അത് കേട്ട ഉടനെ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അലയ്യദ്ബുഹാ, ആടിനെ അറുക്കുന്ന പണി ഞാൻ ഏറ്റെടുത്തോളാം. രണ്ടാമതൊരാൾ പറഞ്ഞു, നബിയേ, അലയ്യസൽഖുഹാ, എങ്കിൽ ആടിന്റെ തൊലിയുന്ന പണി ഞാൻ ഏറ്റെടുത്തോളാം. മൂന്നാമതൊരാൾ പറഞ്ഞു, നബിയേ, അലയ്യ തബ്ഖുഹാ, അവർ രണ്ടുപേരും അങ്ങനെ അവർ പറഞ്ഞ ആ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു നബിയേ. നാലാമനായി മുത്തനബി തങ്ങൾ അവരോട് പറയാണ്, സ്വഹാബത്തേ, അലയ്യ ജംഉൽ ഹത്ബ്, ഈ 3 പണി നിങ്ങൾ 3 പേരും ഏറ്റെടുത്ത സ്ഥിതിക്ക് അലയ്യ ജംഉൽ ഹത്ബ്, വിറക് ശേഖരിക്കുന്ന പണി ഞാൻ ഏറ്റെടുത്തോളാം. ഈ ഭക്ഷണം ഉണ്ടാക്കാൻ, തീ കത്തിക്കാനുള്ള വിറക് ഞാൻ ശേഖരിച്ചു കൊണ്ടുവരാം. ആരാ പറയുന്നത്? മദീനയുടെ രാജകുമാരനാണ്, മക്കയുടെ നിലാവുളിയായ ആമിനാന്റെ പൊന്നുമോൻ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. സ്വഹാബത്ത് പറഞ്ഞു, നക്ഫീകൽ അമൽ യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങ് ഒരു പണിയും ചെയ്യണ്ട നബിയേ, ഞങ്ങൾ ചെയ്തോളാം. അങ്ങ് വെറുതെ ഇരുന്നാൽ മതി നബിയേ, അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി. അപ്പോഴാണ് മുത്തനബി തങ്ങൾ അവരോട് പറയുന്നത്, സ്വഹാബത്തേ, എനിക്കറിയാം നിങ്ങൾ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുകയില്ലെന്ന്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വഹാബത്തെ, നിങ്ങളിലൊന്നും പെടാത്ത ഒരാളായി
കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു ജനറൽ മാനേജരായി, ഒരു വലിയ ചെയർമാനായി എല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകുന്ന ഒരാളായി ഒരു ഭാഗത്ത് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വഹാബത്തെ. നിങ്ങളിൽ ഒരാളായി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിലൂടെ മനോഹരമായ മാതൃക ഈ ഉമ്മത്തിനെ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, സമയക്കുറവുണ്ട്, വിഷയം വളരെ വിശാലമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് റജുലുൻ അമ്മ ഖൗമാ വഹും ലഹു കാരിഹൂൻ. ജനങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ ഇടം നേടാൻ കഴിയണം ഒരു ഭരണാധികാരിയായാൽ. ആരായാലും അവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ. അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അവർ നാളെ അർശിന്റെ തണലാവകാശികളിൽ ഒരാളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കണക്കനുസരിച്ച് കാലിന്റെ ഞെരിയാണിവരെ, കാൽമുട്ടുവരെ, അരവരെ, കഴുത്തുവരെ, തലവരെ, തലയ്ക്ക് മുകളിൽ വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കുന്ന മഹ്ശറ വനസഭയിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണലിട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു വിഭാഗം റുവൈനാ ഹദീസൻ ഫീ സ്വഹീഹൈനി സബ്അതു യുളില്ലുഹുമുൽ മൗലാ ബിഖൈരി ളിലാലി ഇമാമുൻ ലഹു അദ്ലു വമൻ ഫീ ഇബാദതി നശാ ബിത്തുഖാലില്ലാഹി ലാ ബിളിലാലി. ആ 7 വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിയോടെ പള്ളി ഭരണം നടത്തിയ ആളാണ്, നീതിയോടെ നാട് ഭരിച്ചയാളാണ്. ഖലീഫ ഉമറിനെ പോലെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അവരാണ്. പ്രിയപ്പെട്ടവരെ, അവർ നാളെ അർശിന്റെ തണലാവകാശികളിൽ ഒരു വിഭാഗമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വ അഖവാനി മുതസ്വാരിമാൻ, പരസ്പരം പിണങ്ങി നിൽക്കുന്ന സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ. രണ്ടാമത്തെ വിഭാഗം അവരാണ്. നമസ്കാരം ഒരു ചാണ് മേൽപോട്ട്, തലക്ക് മുകളിൽ ഒരു ചാണ് മേൽപോട്ട് അവരുടെ നമസ്കാരം ഉയർന്നു പോവുകയില്ല എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ച രണ്ടാമത്തെ വിഭാഗം അവരാണ്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ 10 വർഷം, 15 വർഷം, 20 വർഷമായി അഭിമാനത്തോടെയാണ് ചില ആളുകൾ വന്ന് പറയാറുള്ളത്, ഉസ്താദേ, ഞാനും എന്റെ ജ്യേഷ്ഠനും തമ്മിൽ 20 വർഷമായ ഉസ്താദേ പിണക്കത്തിലാണ്. പ്രിയപ്പെട്ടവരെ, 20 വർഷമായി അത്തരം ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് മരണപ്പെട്ടു പോവുക എന്നറിയാത്ത ഈ ലോകത്ത് ഏതെല്ലാം രൂപത്തിലുള്ള മരണങ്ങൾക്കാണ് നമ്മൾ സാക്ഷികളാകുന്നത്. എത്ര പെട്ടെന്നുള്ള മരണങ്ങളാണ് നാടിന്റെ പരിസരങ്ങളിൽ പലപ്പോഴും നടക്കുന്നത്. എത്ര അപകട മരണങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവരാണ് നമ്മൾ. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വളരെ ചുരുങ്ങിയ കാലമുള്ള ഈ ലോകത്ത്, വളരെ ചുരുങ്ങിയ കാലം മാത്രം ജീവിക്കുന്ന ഈ ലോകത്ത് എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ കഴിയാത്ത ഈ ലോകത്ത് നമ്മൾ ഇങ്ങനെ പിണങ്ങി നിൽക്കാൻ പാടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? ജീവിതകാലത്ത് ഇങ്ങനെ പരസ്പരം മിണ്ടാത്ത ആളുകൾ അവസാനം മരിച്ചു എന്ന് കേൾക്കുമ്പോ മയ്യത്തിന്റെ മുഖം കാണാൻ വരികയാണ്. എന്തർഹതയാണുള്ളത് അവന് മുഖം കാണാൻ? ജീവിതകാലത്തല്ലേ മുഖം കാണേണ്ടത്? മരിച്ചു കിടക്കുമ്പോഴാണോ, ജനാസയുടെ മുഖമാണോ കാണേണ്ടത്? പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് എല്ലാ പിണക്കങ്ങളും അവസാനിക്കേണ്ടതാണ് എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വഅഖവാനി മുതസ്വാരിമാൻ. ആലോചിച്ചു നോക്ക്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ നിർവഹിച്ച നമസ്കാരം ജോലി തിരക്കുകൾക്കിടയിൽ നിന്നാണ് പലരും ഓടി വന്ന് വളരെ ചുരുങ്ങിയ സമയം ലഭിക്കുന്നുള്ളൂ. ആ സമയത്ത് ആ കടയിൽ നിന്ന് ഓടി വരികയാണ്. ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോ അങ്ങനെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിച്ച ഒരുപാട് നമസ്കാരങ്ങൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നമസ്കാരങ്ങളൊക്കെ വെറുതെ ഒരാളോട് പിണങ്ങി നിന്നതിന്റെ പേരിൽ ആ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്ന് പറയുമ്പോ എത്രമേൽ പ്രയാസമാണത്. അതുകൊണ്ട് എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിക്കണേ. എന്റെ വാഴ്ച കേൾക്കുന്ന ബഹുമാന്യരായ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇവരാണ് രണ്ടാമത്തെ വിഭാഗം. നമസ്കാരം ഒരിച്ചാണ് മേൽപോട്ട് പോകാത്ത രണ്ടാമത്തെ കൂട്ടരവരാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. പിന്നെയോ ഉംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിത്. മൂന്നാമത്തെ വിഭാഗം മുത്തനബി തങ്ങൾ ഈ ഉമ്മത്തിനോട് വിളംബരം ചെയ്യുകയാണ്. ഉംറഅത്തുൻ, ഇത് കേൾക്കേണ്ടതിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. ഉംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിത്. ഭർത്താവിന്റെ ദേഷ്യത്തോടുകൂടെ കിടന്നുറങ്ങിയ പെണ്ണ്, ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഉറങ്ങിയ പെണ്ണ്, അവളുടെ നമസ്കാരവും ഒരു ചാണ് മേൽപോട്ട് ഉയരുകയില്ല. ഇത് ഹബീബിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വകയായി പറയുകയല്ല. വാഴ്ച കേൾക്കുന്ന ഉമ്മമാരെ, ഭർത്താക്കന്മാരുടെ പിണക്കം സമ്പാദിച്ച് കിടന്നുറങ്ങുന്ന പെണ്ണ്, ആ പിണക്കം, ഭർത്താവിന്റെ ആ അസംതൃപ്തി പരിഹരിക്കപ്പെടുന്നതുവരെ നിന്റെ നമസ്കാരം സ്വീകാര്യോഗ്യമല്ലെന്നും പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർ ഏറെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണിത്. പല സഹോദരിമാരും തോറ്റുപോകുന്നത് എവിടെയാണ്? ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകളും കടപ്പാടുകളും നിർവഹിക്കുന്നതിലാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കടക്കാൻ വലിയ പണിയൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം കടക്കാൻ വലിയ പ്രയാസമൊന്നും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കില്ല. 4 കാര്യം ഒരു പെണ്ണിലുണ്ടായാൽ അവൾക്ക് അനായാസം സ്വർഗം കടക്കാമെന്ന് ഹബീബിന്റെ വചനത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സല്ലത്ത് ഖംസഹാ, 5 നേരമുള്ള നമസ്കാരം ഒരു പെണ്ണ് നിർവഹിച്ചാൽ, വസ്വാമത്ത് ശഹ്റഹാ, പരിശുദ്ധമായ റമദാനിലെ വ്രതം അനുഷ്ഠിച്ചാൽ, വഹഫിലത്ത് ഫർജഹാ, അതുപോലെ അവളുടെ ഗുഹ്യ ഭാഗം സൂക്ഷിച്ചാൽ, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ, പിന്നെയോ അവളുടെ ഭർത്താവിനെ പരിപൂർണമായി അനുസരിക്കുകയും ചെയ്താൽ, അവളോട് സ്വർഗത്തിന്റെ കാവൽ മാലാഖമാര് പറയും, പെണ്ണേ നീ സ്വർഗം കടന്നോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഭർത്താവിന്റെ പൊരുത്തവും ഭർത്താവിന്റെ സന്തോഷവുമാണ്. ഞാൻ വിശാലമായി ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. വളരെ ഗൗരവത്തോടെ സഹോദരിമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഹബീബിന്റെ മനോഹരമായ മറ്റൊരു വചനം കാണാം. ഒരു പെണ്ണ് മരണപ്പെട്ടാൽ എങ്ങനെയാണ് അവൾ മരണപ്പെടുന്നത്? അവളുടെ ഭർത്താവ് അവളെ തൊട്ട് സമ്പൂർണ്ണ സംതൃപ്തനാണ്. ഭർത്താവിന് അവളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഭർത്താവിനെ അവളെ കുറിച്ച് പറയാൻ 100 നാവാണ്. അങ്ങനെ ഒരു പെണ്ണ് മരണപ്പെട്ടാൽ ദഖലത്തിൽ ജന്നാ, കളവ് പറയാത്ത നാവ് കൊണ്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഭർത്താവിനെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചൊരു പെണ്ണ് മരിച്ചു പോയാൽ അവൾക്ക് സ്വർഗമാണ്. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ അടുത്ത കാലത്ത്, ഉസ്താദേ ഞാൻ 1 കൊടുത്താൽ 2 കിട്ടും എനിക്ക് ഭാര്യയിൽ നിന്ന് എന്നാണ്.
ഭാര്യയെ ഒരടി കൊടുത്താൽ 2 എണ്ണം എനിക്ക് തരുന്ന ഭാര്യയാണ് എനിക്കുള്ളത് എന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എങ്ങനെയാണ് ഒരു പെണ്ണിന് അങ്ങനെയാകാൻ സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. എന്റെ വാദ കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടും ഞാൻ പറയാണ്, ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ബാധ്യതയുള്ളത് നിങ്ങളുടെ ഭർത്താവിനോടാണ്. ഒരു പുരുഷനെ പോലെയല്ല നിങ്ങൾ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനം മുതൽ മരണം വരെ പ്രിയപ്പെട്ടവരെ അവൻ ഏറ്റവും വലിയ ബാധ്യതയുള്ളത് ഉമ്മയോടാണ്, വാപ്പയോടാണ്. അത് കഴിഞ്ഞിട്ടേ ഭാര്യമാരോടുള്ളൂ. എന്നാൽ ഒരു പെണ്ണിന് അങ്ങനെയല്ല. അവളുടെ ജനനം മുതൽ അവളുടെ കല്യാണം വരെ അവൾക്ക് മാതാപിതാക്കളോടാണ് ബാധ്യതയെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് പിന്നെ ബാധ്യതയുള്ളതിൽ സൗജിഹാ, വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ബാധ്യത അവളുടെ ഭർത്താവിനോടാണ് എന്നതാണ് ഇസ്ലാമിന്റെ സമീപനം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണ് മാനിക്കേണ്ടത് ഭർത്താവിന്റെ വാക്കുകളെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? മനുഷ്യന്മാരെ നിങ്ങളോടാണ്. ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ ഒന്ന് തുറന്ന് പറയും. മാഷാ അല്ലാഹ്. ഒന്ന് ഉറക്കെ പറയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാവും. അല്ല, ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ? നാളെ ഇൻഷാ അല്ലാഹ് ഷമീർ ദാരിമി കൊല്ലം, മറ്റന്നാൾ ഉസ്താദ് അസ്ലം ഹസേരി പൊയ്ത്തുംകടവ് ഒക്കെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരാണ്. അവർക്ക് വരുമ്പോൾ നമ്മുടെ സദസ് ഒന്നുകൂടി അല്ലെ ഇച്ചിരി കൂടി ഭംഗിയാകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുരുഷന്മാര് ഇൻഷാ അല്ലാഹ് ഇന്ന് ആ കടത്തിനിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അഫു ഉണ്ട്. ഇന്ന് നമുക്ക് അഫു ചെയ്ത് കൊടുക്കുക, ഇളവ് ചെയ്ത് കൊടുക്കുക. ഇന്ന് അവർ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ നേരത്തെ അവരെ ക്ഷണിച്ചിരുന്നു, പക്ഷെ അവർ വന്നില്ല. കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നാളെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭംഗിയാണ്. അത് സദസ്സിന്റെ മനോഹാരിതക്ക് മാറ്റുകൂട്ടുന്ന കാര്യമാണ്. സദസ്സ് ഭംഗിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് ആളുകൾക്ക് നന്നായിട്ട് പറയാനൊരു സന്തോഷവും ഒരു റാഹത്തും ഉണ്ടാവുക. അതുകൊണ്ട് ആ കാര്യം, ബഹുമാന്യ സദസ്സ്, നിങ്ങൾ ആതിഥേയരാണ്, ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾ അതിഥികളാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വളരെ എളിമയോടെ താഴ്മയോടെ ബഹുമാന്യ സദസ്സിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്. ഭർത്താവിനെ വിഷമിപ്പിച്ച്, ഭർത്താവിനെ പ്രയാസപ്പെടുത്തി, ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന പെണ്ണിന്റെ നമസ്കാരം, അവന്റെ ആ വിഷമവും പ്രയാസവും മാറ്റുന്നത് വരെ അവരുടെ നമസ്കാരം സ്വീകാര്യോഗ്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് മാത്രമല്ല, ഭർത്താക്കന്മാർക്ക് അങ്ങോട്ട് ഒരുപാട് ബാധ്യതകളുണ്ട്. അതൊന്നും നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും കിടക്കുന്നില്ല. വളരെ സ്നേഹത്തോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഭാര്യമാർക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ ബാധ്യത എന്താണെന്നറിയോ? നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഭാര്യമാർക്ക് പരിഗണന നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ നമ്മൾ മാനിക്കുന്നു എന്ന് അവൾക്ക് തോന്നണം. അവൾക്ക് നമ്മൾ നൽകുന്ന മാന്യത, ബഹുമാനം എന്ന് പറയുന്നത് വലിയ കാഴ്ച ബംഗ്ലാവ് ഉണ്ടാക്കി കൊടുക്കലല്ല, വലിയ രമ്യഹർമ്മ്യങ്ങൾ, വലിയ വീട് വെച്ചു കൊടുക്കലല്ല, അല്ലെങ്കിൽ വലിയൊരു വാഹനത്തിൽ അവരെ ഒന്നിച്ചിരുത്തി കൊണ്ടുപോകലല്ല, വലിയൊരു വാഹനം അവൾക്ക് വാങ്ങിക്കൊടുക്കലുമല്ല. ഒരു പെണ്ണ് ഒരു ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവൾ ആഗ്രഹിക്കുന്നത് മാന്യമായൊരു പരിഗണനയാണ്. ഭാര്യ എന്ന ഒരു പരിഗണന അവൾ അർഹിക്കുന്നു, അവൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ പരിഗണന നൽകാൻ ഏത് ഭർത്താവിനാണോ കഴിയുന്നത് അവനാണ് ഏറ്റവും മാന്യനായ ഭർത്താവെന്ന് മുഹമ്മദ് മുസ്തഫ. മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യനായ ഭർത്താവാണ് ഭാര്യമാരെ മാനിക്കുക. നീചരായ നികൃഷ്ടരായ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ മോശമാക്കുക, ഭാര്യമാരെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുക. മോശപ്പെട്ട ഭർത്താവിന്റെ അടയാളമാണത്. മാന്യനായ ഭർത്താവ് അവളെ ആദരിക്കും, അവളെ ബഹുമാനിക്കുമെന്നാണ്. നമ്മളൊക്കെ മാന്യന്മാരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ? എല്ലാവരോടും നമ്മൾ മാന്യത കാണിക്കണം. മാന്യത കാണിക്കേണ്ടവരാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ നമ്മൾ മാന്യത കാണിക്കേണ്ടത് നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് നമ്മൾ അഭിമാനത്തോടെ കൈപിടിച്ചിട്ട്, അവരുടെ പ്രിയപ്പെട്ട പിതാവിന്റെ കൈപിടിച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ്,
ഖബിൽതു മിൻക നികാഹഹാ, വാപ്പാ നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിക്കുകയാണ്, അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നാണ് ചെറുപ്പക്കാരാ നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവിനോട് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് നീ അവളെ ജീവിത സഖിയാകുന്നത്, അവളെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു വചനം ഉച്ചരിച്ചുകൊണ്ടാണ് ആ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി വളർന്നു വന്ന പൊന്നുമോളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ കണ്ണുനീര് കുടിപ്പിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ, അവരെ വിഷമിപ്പിക്കാൻ ഇസ്ലാം നിനക്ക് അനുവാദം നൽകുന്നില്ല സഹോദരാ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, 3 വിഭാഗം ആളുകളുടെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് പോകില്ല. അതിൽ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, പരസ്പരം പിണങ്ങി നിൽക്കുന്ന 2 ആളുകൾ അവരുടെ നമസ്കാരം അവർ നന്നാകുന്നതുവരെ മേൽപോട്ട് പോകില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, എല്ലാ പിണക്കങ്ങളും പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കേണ്ടതാണ്. പറഞ്ഞാൽ തീരാത്ത വല്ല പ്രശ്നവും ലോകത്തുണ്ടോ? പരിഹാരമില്ലാത്ത വല്ല പ്രതിസന്ധിയും ഈ ലോകത്തുണ്ടോ? എല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട്. എത്ര വലിയ പിണക്കങ്ങളും നിമിഷ നേരം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ സലാമിനെ നിങ്ങൾ അധികരിപ്പിക്കലാണ്. ഹബീബ നബി തങ്ങൾ പറയാണ്, എല്ലാ പിണക്കങ്ങളും ഇല്ലാതെയാകാൻ, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം രൂഢമൂലമാകാൻ ഏറ്റവും അനുയോജ്യമായ മരുന്നേതെന്നറിയോ? ഹബീബ നബി തങ്ങൾ പറയാണ്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ കടക്കൂല സ്വഹാബത്തെ. വലാ തുഅ്മിനൂ ഹത്താ തഹാബൂ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയുമില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുകയുമില്ല. അവലാ അദുല്ലുകും അലാ ശൈഅ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം രൂഢമൂലമാകുന്നതാണ്, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, ബലാ യാ റസൂലല്ലാഹ്, നബിയേ ഏതാണ് ആ കാര്യമെന്ന് പറഞ്ഞു തന്നാലും നബിയേ. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കലാണ്. പിണങ്ങി നിൽക്കുന്ന ആളാണോ, അയാളോട് അങ്ങോട്ട് അസ്സലാമു അലൈക്കും പറയണം, അയാളോട് അസ്സലാമു അലൈക്കും പറയണം. അയാൾ സലാം മടക്കിയോ ഇല്ലേ അത് നമ്മൾ നോക്കണ്ട, നമ്മൾ സലാം പറയൽ സുന്നത്തേയുള്ളൂ. അയാൾ സലാം മടക്കൽ നിർബന്ധമാണ്, അയാളുടെ മേൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ അത് മടക്കൽ നിർബന്ധമാണ്. അയാളത് മടക്കിയോ ഇല്ലേ നമ്മൾ നോക്കേണ്ടതില്ല, നമ്മൾ അങ്ങോട്ട് അസ്സലാമു അലൈക്കും പറയണം. പ്രിയപ്പെട്ടവരെ, പിണങ്ങി നിൽക്കുന്ന ആളാണ്, കണ്ട മിണ്ടാത്ത ആളാണ്, ആരും ആയിക്കോട്ടെ. എങ്ങനെയാണ് ഉസ്താദ് ഇപ്പൊ അവരോട് സലാം പറയാ? അവരിങ്ങനെ നമ്മളോട് തിരിച്ച് സലാം അടക്കൂല, നമ്മൾ വഷളാവുമല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, നമ്മൾ ഒരിക്കലും വഷളാവുകയല്ല, മറിച്ച് ഖൈറുക്കും മൻ യബ്ദഉ ബിസ്സലാം, നിങ്ങളിൽ ആരാണോ ആദ്യം സലാം പറയുന്നത് അവരാണ് അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും നല്ലവനെന്ന് പരിശുദ്ധ റസൂൽ. ഒന്നുകൂടെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അഅലൽ ആലിയാൽ അവല സുതൂരി ബിസ്മില്ലാഹി ബദഅൽ ഖാലിഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ സുഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരോടും സലാം പറയാ. സലാമിനെ വ്യാപിപ്പിക്കലാണ് പിണക്കങ്ങളില്ലാതെയാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. സലാമിനെ അധികരിപ്പിക്കലാണ്. എല്ലാവരോടും സലാം പറയാം. അവസാന നാളിന്റെ അടയാളമാണ് തസ്ലീമുൽ ഖാസ, പ്രത്യേകക്കാരായ ആളുകളോട് സലാം പറയുന്നത്. ആ ഒരാളെ കണ്ടാൽ നമ്മുടെ ആളാണോ, നമ്മുടെ പാർട്ടിക്കാരനാണോ, നമ്മുടെ സംഘടനയുടെ മെമ്പർഷിപ്പ് ഉള്ള ആളാണോ എന്ന് നോക്കി ഒരാളോട് അസ്സലാമു അലൈക്കും പറയുന്ന കാലം വന്നാൽ അത് അവസാന നാളിന്റെ വിളംബരമാണെന്ന് താജ്ദാറെ മദീന നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സ്വലാത്തിന്റെ കൂലി കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ വഅദിന്റെ പരിപാടിയുള്ള ഏറ്റവും വലിയ മെച്ചം അതാണ്. ഈ സലാത്തുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് സലാം മടക്കുന്ന കോടാനക്കോടി മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീന ഫീ യൗമിൻ വാഹിദ്, ഒരു ദിവസം ഒരാൾ 20 മുസ്ലിമീങ്ങളോട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ജമാഅതൻ ഔ ഫുറാദാ, ജമാഅതൻ ഔ ഫുറാദാ, ഒറ്റക്കൊറ്റക്കുള്ള 20 പേരോടായാലും ഒരുമിച്ച് കൂടി നിൽക്കുന്ന 20 പേരോടായാലും ഒരു ദിവസം ഒരാൾ 20 പേരോട് അസ്സലാമു അലൈക്കും പറയുകയും സുമ്മ മാത മിൻ യൗമിഹി ദാലിക്, എന്നിട്ട് ആ ദിവസം അയാൾ മരണപ്പെടുകയും ചെയ്താൽ വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. 20 പേരോട് ഒരാൾ ഒരു ദിവസം അസ്സലാമു അലൈക്കും പറഞ്ഞ് ആ ദിവസം അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗമാണ് എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ വാല് കേൾക്കുന്ന ആദരണീയരായ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സലാമിനെ വ്യാപിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. യാ അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തുആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഉടനെ മദീന നിവാസികളോട് ഹബീബ നബി തങ്ങൾ നൽകിയ ഏറ്റവും സുപ്രധാനമായ 4 നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ഉടനെ ആദ്യമായി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 4 നിർദ്ദേശങ്ങൾ അഫ്ശുസ് സലാം. അതിൽ ഒന്നാമത്തെ നിർദ്ദേശം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം. എല്ലാരോടും നിങ്ങൾ സലാം പറയണേ. മദീനയിൽ വന്ന ഉടനെ ഹബീബ നബി തങ്ങളുടെ ഉപദേശമാണ്, നിങ്ങൾ എല്ലാവരോടും സലാം പറയണം. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം നൽകണേ. ആളുകൾക്ക് നല്ല ഭക്ഷണം നൽകണം. വീട്ടിൽ ആര് വന്നാലും അവർ നിങ്ങളുടെ അതിഥികളാണ്, നിങ്ങൾ ആതിഥേയന്മാരാണ്. അവർ നിങ്ങളുടെ അതിഥികളാണ്, നിങ്ങൾ ആതിഥേയന്മാരാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹ്. ഒരാൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ അവന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. വീട്ടിലൊരാൾ കയറി വന്നാൽ ചായ ഉണ്ടാക്കട്ടെ, ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്നയാളോട് ചോദിക്കാൻ പാടില്ല എന്നാണ്. വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കണം, എന്നിട്ടേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം.
അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം വരെ അയാൾ നിന്നു എങ്കിൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അത്രയും സമയം നിൽക്കാൻ അയാൾക്ക് ടൈമില്ല, അയാൾ പോവും. എന്നാൽ പോയതിനു ശേഷം നിങ്ങൾ കഴിച്ചോളൂ. എന്നാലും ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ അയാളോട് ഭക്ഷണം ഉണ്ടാക്കട്ടെ, ചോറ് കഴിച്ചിട്ട് പോയാ പോരെ എന്നൊന്നും ചോദിക്കാൻ പാടില്ലെന്നാണ്. ഉച്ചനേരത്ത് വന്നാൽ ഭക്ഷണം ഉണ്ടാക്കണം. രാവിലെ വന്നാൽ പ്രിയപ്പെട്ടവരെ നാസ്ത കൊടുക്കാൻ നാസ്ത ഉണ്ടാക്കണം. അങ്ങനെ ഓരോ സമയത്തും വരുമ്പോ ആ സമയത്തോട് അനുയോജ്യമായ ഭക്ഷണം പാനീയം അയാൾക്ക് നൽകേണ്ടതാണ്. ഹബീബിന്റെ രണ്ടാമത്തെ നിർദ്ദേശമാണത്. നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണേ. വസിലുൽ അർഹാം. മൂന്നാമത്തെ നിർദ്ദേശം, നിങ്ങൾ ബന്ധങ്ങളെ ചേർക്കണേ. മൂന്നാമത്തെ നിർദ്ദേശമാണത്. നിങ്ങൾ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണേ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശമാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, എല്ലാ ബന്ധങ്ങളും ഇന്ന് മരണമണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളും ഇന്ന് ശൈഥില്യത്തിന്റെ പാതയിലാണ്. ബന്ധങ്ങൾക്ക് വില പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധമായാലും. ഇന്നലത്തെ സുപ്രഭാതം പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ നിയമപാലകർ കേസെടുത്തത് 6000-ലേറെ വരുന്ന മക്കളുടെ പേരിലാണ്. 6000-ലേറെ വരുന്ന മക്കളുടെ പേരിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള പോലീസ് കേസെടുത്തത്. 6000-ലേറെ വരുന്ന മക്കളുടെ പേരിൽ. എന്തിന്? വന്യവയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ. ബന്ധങ്ങൾക്ക് വില പറയുന്ന കാലമാണ്. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ വളരെ മനോഹരമായി പരിരക്ഷിക്കേണ്ടവരാണ് സത്യവിശ്വാസികളായ നമ്മൾ. നല്ല പോലെ ബന്ധത്തെ ചേർത്ത് പിടിക്കണം. നബിയുനാ റസൂലുള്ളാഹി ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആൾ എപ്പോഴും അല്ലാഹുവിന്റെ തണലിലാണ്, അവരല്ലാഹുവിന്റെ സഹായത്തിലാണെന്നാണ്. അവരെ അല്ലാഹു കൈവിടിയില്ല. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളുകളെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നത് പോലെ കേവലം പ്രത്യുപകാരമായി മാറരുത്. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന് പകരം അങ്ങോട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. അങ്ങനെയൊരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്നത്. വീട്ടിലേക്ക് ഏതെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവുക. ഇങ്ങോട്ട് വരാത്തവരാണോ എങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവില്ല. ഇത് സത്യത്തിൽ പ്രത്യുപകാരമാണ്, ഇത് ബന്ധം ചേർക്കലല്ല. ഹബീബ നബി തങ്ങൾ വളരെ മനോഹരമായി ഇത് പറഞ്ഞു തരുന്നുണ്ട്. ലൈസൽ വാസിലു ബിൽ മുകാഫിയ. പ്രത്യുപകാരം ചെയ്യുന്നവനല്ല ബന്ധം ചേർക്കുന്നവൻ എന്ന് പറയുന്നത്. പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നയാളെന്നറിയോ? കുടുംബാംഗങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ അയൽവാസികളിലോ മറ്റോ ഒരാൾ നമ്മളുമായി അകന്നു നിൽക്കുകയാണ്, നമ്മളുമായി പിണങ്ങി കഴിയുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് വരാത്ത കാലമായി വരാത്തയാളാണ് എങ്കിൽ ആദ്യമായി പ്രിയപ്പെട്ടവരെ നമ്മൾ അയാളുടെ വീടുകളിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ വീട്ടിലൊരു കല്യാണമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കല്യാണം ക്ഷണിക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് ഇന്നുവരെ വരാത്ത ആ കുടുംബാംഗത്തെയാണ്. അങ്ങനെയാണ് നമ്മൾ ബന്ധങ്ങൾ പരിരക്ഷിക്കേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ. വലാകിനിൽ വാസിലു ഇദാ ഖുതിഅത് റഹിമുഹു വസലഹാ. ആരാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവനെന്നറിയോ? അവനുമായിട്ട് ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചാൽ ആ വിച്ഛേദിക്കപ്പെട്ട ബന്ധത്തെ ചേർത്ത് പിടിക്കാൻ സന്നദ്ധനാകുന്നവനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ബന്ധം ചേർക്കുന്നവനെന്ന് ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. മുത്തനബി തങ്ങൾ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ ധ്യാന നിരതനായ നേരം ചരിത്രത്തിൽ വളരെ മനോഹരമായി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പ്രകാശ പർവ്വതം എന്ന് പിന്നീട് അറിയപ്പെട്ടു ജബലുന്നൂർ.
അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ മന്ത്രധ്വനികൾ ആദ്യമായി പെയ്തിറങ്ങിയത്. അവിടെയാണ് ഇഖ്റഇന്റെ മന്ത്രധ്വനികൾ അവതീർണമായത്. അവിടെയാണ് ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്നത്. അവിടെയാണ് മുത്തനബി തങ്ങളെ അണച്ചുകൂട്ടി പിടിച്ചത്. അവിടെയാണ് വല്ലാതെ ഭയവിഹലനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. വേദനയോടെ, വിഷമത്തോടെ, ഭയാശങ്കയോടെ ഓടി വന്ന് പ്രിയപ്പെട്ട സഹധർമ്മിണി 40 വയസ്സുള്ള ഖദീജ എന്ന സ്നേഹസമ്പന്നയായ സഹധർമ്മിണിയോടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നിർത്താനായോ? ഒരു ഉഷാറ് കിട്ടുന്നില്ലല്ലോ പഠിച്ചോനെ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹബീബിന് 40 വയസ്സാണ്. അന്ന് ഖദീജ ബീവിക്ക് 55 വയസ്സാണ്. 40 വയസ്സിലാണ് മുത്തനബി തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നത്. അന്ന് 55 വയസ്സുള്ള മഹദിയാണ് സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ ഖദീജയോടാണ് പുതപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഖദീജ ബീവി മുത്തനബി തങ്ങളെ പുതപ്പിക്കുകയാണ്. ഹബീബ നബി തങ്ങളെ പുതപ്പിക്കുകയാണ്. പുതപ്പിച്ചു കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഭയാശങ്കയോടെ, വേദനയോടെ ഇങ്ങനെ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ അരികിൽ ഖദീജ ബീവി ഇരിക്കുകയാണ്. അവർക്ക് ആശ്വാസം നൽകാൻ. കുറെ സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭയവും വിഷമവും ഒക്കെ മാറിയിട്ടുണ്ട് എന്ന് ബോധ്യമായ നേരം ഖദീജ ബീവി ഹബീബിനോട് ചോദിച്ചു, അല്ല നബിയെ, സത്യത്തിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അപ്പോ ഫഅഖ്ബറഹൽ ഖബർ, ഹബീബ നബി തങ്ങൾ ഖദീജയോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരമാണ് ഖദീജ ബീവി പറഞ്ഞത്, ഇല്ല നബിയേ, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഇല്ല നബിയേ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടിയില്ല. ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടിയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിമ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ല, അങ്ങ് ആളുകളുടെ പ്രയാസങ്ങൾ അകറ്റുന്നവരാണ്. വതക്സിബുൽ മഅദൂമ, അങ്ങ് ഇല്ലാത്ത ആളുകൾക്ക് നൽകുന്നവരാണ്. വതുഖ്റിൽ ലൈഫ, അങ്ങ് അതിഥികളെ ആദരിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, അങ്ങ് പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കുന്നവരാണ് നബിയേ. ഈ വക കാരണങ്ങളാൽ ലാ യുഖ്സികല്ലാഹു അബദാ, ഈ വക കാരണങ്ങളാൽ ഒരിക്കലും അല്ലാഹു അങ്ങയെ കൈവിടിയില്ല എന്ന് സയ്യിദത്തുനാ ഖദീജ ബീവി മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഇന്നക ലതസിലുർ റഹിമ, നമ്മുടെ വിഷയം അതാണ്. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ് നബി, അങ്ങ് കുടുംബബന്ധം ചേർത്ത് പിടിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങ് അല്ലാഹു കൈവിടിയില്ല. അങ്ങ് ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, ആളുകളുടെ ഭാരങ്ങൾ ാണ് നബിയെ. അങ്ങ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണ്, റിലീഫ് പ്രവർത്തനം നടത്തുന്നവരാണ്, ചാരിറ്റി നടത്തുന്നവരാണ്. നമ്മുടെ മാഷാ അല്ലാഹ് ഒരുമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ വളരെ മനോഹരമായി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ അവർ പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ചുരുങ്ങിയ കാലയളവിൽ അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമാകുന്നത് വളരെ മനോഹരമായി അവർ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ നേരത്തെ അതിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി വിവരിച്ചു തരികയുണ്ടായി. അതുപോലെ ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ അവരുടെ മുന്നിലുണ്ട്, ഒരുപാട് പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതൊക്കെ നടക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ആ കൂട്ടായ്മയെ, ഒരുമ എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ വളരെ മനോഹരമാണ്. ഒരുമ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ കൂട്ടായ്മയെ ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. വളരെ വലിയ നന്മ നിറഞ്ഞ ഒരു മഹത്വമേറിയ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത്. ആളുകളെ സഹായിക്കുക, അത് വലിയ ഇബാദത്താണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് കൂടെ അല്ലാഹു ഉണ്ടാകും. അതാണ് ഖദീജ ബീവി പറയുന്നത്, നബിയെ, അങ്ങ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് കല്ലാ വല്ലാഹി
ലാ യുഹ്സീകല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയില്ല നബിയേ, അങ്ങ് ആളുകളെ സഹായിക്കുന്നവരാണ് എന്നാണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയെ സഹായിക്കാൻ സാധ്യമാകണം. നമ്മൾക്ക് ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇവിടെയുണ്ട്. തീർച്ചയായും സാന്നിധ്യം കൊണ്ട് പ്രിയപ്പെട്ട സംഘാടകരെ നിങ്ങൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അവരെ സഹായിച്ചിട്ടുള്ളതുപോലെ സമ്പത്ത് കൊണ്ടും അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമായാൽ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഫ്ശുസ്സലാം അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. 4 നിർദ്ദേശമാണ്. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണേ, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണേ. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ലോകം മുഴുവനും ഉറങ്ങണ നേരത്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണേ. ഈ 4 കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ തുദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗം കടക്കാൻ കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ 4 കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം കടക്കാം. അള്ളാഹു സ്വർഗം കടക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമിനെ അധികരിപ്പിക്കലാണ് പിണക്കങ്ങൾ ഇല്ലാതെയാകാനും നമ്മുടെ ബന്ധങ്ങൾ നല്ല പോലെ രൂഢമൂലമാകാനുമുള്ള ഏറ്റവും വലിയ മരുന്ന് സലാമിനെ അധികരിപ്പിക്കലാണ്. അതാണ് മുത്തനബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഉടനെ മദീന നിവാസികൾക്ക് നൽകിയ 4 നിർദ്ദേശങ്ങളിൽ ആദ്യത്തെ നിർദ്ദേശം അതാണ്, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയണം. എല്ലാവരോടും ഇണക്കം, പിണക്കങ്ങൾ അവസാനിപ്പിക്കേണ്ട കാലമാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചു പോകേണ്ട ഈ ദുനിയാവിൽ നമ്മൾ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ എല്ലാ ബന്ധങ്ങൾക്കും വിള്ളലുണ്ടാക്കുന്നത് ഉചിതമല്ല, ശരിയല്ല. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഇണക്കപ്പെടേണ്ടതാണ്. എല്ലാവരോടും സ്നേഹമസൃണമായ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്.